എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LLB പ്രവേശനത്തിനായിട്ടുള്ള പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LLB അതുപോലെ തന്നെ പഞ്ചവത്സര LLB കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാൻ സാധിക്കും. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് മുഖേനയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ത്രിവത്സര LLB കോഴ്സ് ഉണ്ട്, അതുപോലെ സംയോജിത പഞ്ചവത്സര LLB കോഴ്സ് ഉണ്ട്. ത്രിവത്സരം എന്ന് പറയുമ്പോൾ 3 വർഷം കൊണ്ടുള്ള LLB, സംയോജിത പഞ്ചവത്സര LLB എന്ന് പറയുമ്പോൾ അത് 5 വർഷത്തെ LLB ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു മെയ് 14-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ത്രിവത്സര LLB ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ ത്രിവത്സര LLB 2025 ആപ്ലിക്കേഷൻ പോർട്ടലും അതുപോലെ സംയോജിത പഞ്ചവത്സര LLB 2025 ആപ്ലിക്കേഷൻ പോർട്ടലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതിനൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. യോഗ്യത എന്ന് പറയുമ്പോൾ +2 ആണ് ഇതിൻ്റെ യോഗ്യതയായിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഈ ഒരു 5 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തേത് രജിസ്ട്രേഷൻ, രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, മൂന്നാമത്തേത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക, അതുപോലെ നാലാമത്തേത് ഇമേജ് അതുപോലെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക, അഞ്ചാമത്തേത് അക്നോളജ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫീ പേയ്മെൻറ്റ് എങ്ങനെ അടക്കണം എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ ഫോർഗോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പാസ്വേഡ് ഫോർഗോട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ, അപേക്ഷിക്കുന്ന മുമ്പ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് പ്രീ റിക്വസ്റ്റ് ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പറഞ്ഞു തരാം. അതായത് ഇവിടെ സ്കാനർ, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID, അതുപോലെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അതുപോലെ ഫോട്ടോയുടെ കാര്യം സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 150 പിക്സൽ, 150 പിക്സൽ വിഡ്ത്ത്, 200 പിക്സൽ ഹൈറ്റ്, ഫുൾ ഫയൽ സൈസ് 1 GB to 100 GB. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ 150 പിക്സൽ വിഡ്ത്ത്, 100 പിക്സൽ ഫയൽ, അതുപോലെ തന്നെ ഈ ഒരു ഫയൽ സൈസ് 1 GB മുതൽ 100 GB വരെ. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നാറ്റിവിറ്റി തെളിയിക്കാനായിട്ടുള്ള പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത്, നാറ്റിവിറ്റി ുള്ള പ്രൂഫ്, അതുപോലെ നാഷണാലിറ്റി തെളിയിക്കുന്നത്, അതായത് ഇന്ത്യൻ ആയിരിക്കണം. അതുപോലെ തന്നെ കേരളമായിട്ട് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക്, അതുപോലെ ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇതും ആവശ്യമുള്ളവർക്ക് മതി. അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നതല്ല എന്നുള്ള പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ദ ആപ്ലിക്കേഷൻ ആൻഡ് അപ്ലോഡ് ദ സർട്ടിഫിക്കറ്റ് ഓൺ ഓർ ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ്. ദ അപ്ലോഡഡ് ഡോക്യുമെൻറ്റ് ഷുഡ് ബി കറക്റ്റ്, കംപ്ലീറ്റ് ആൻഡ് റീഡബിൾ. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 900 രൂപയാണ്. അതായത് ഈ ഒരു ജനറൽ കാൻഡിഡേറ്റ്സിനും SCBC എന്ന് പറയുമ്പോൾ അതിൽ അതിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. അതായത് OBC, അതുപോലെ OEC, ഇതുപോലെ വിവിധ വിഭാഗങ്ങൾ ഈ ഒരു SCBCയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജനറൽ കാറ്റഗറിക്കും SCBC വിഭാഗക്കാർക്കും ഈ ഒരു 900 രൂപയാണ് ഫീസ് വരിക. SC/ST വിദ്യാർത്ഥികൾക്ക് വിൽ ബി ട്രീറ്റഡ് ജനറൽ ആപ്ലിക്കേഷൻ ഫീ ഫോർ ജനറൽ ആൻഡ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു SC/ST വിഭാഗം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ 450 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പഞ്ചവത്സര കോഴ്സ് ആയിരുന്നാലും അതുപോലെ തന്നെ ത്രിവത്സര കോഴ്സിനായിരുന്നാലും ഈ സെയിം ഫീസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ നാഷണാലിറ്റി തെളിയിക്കാനായിട്ട് നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കേരളത്തിലാണ് ജനിച്ചത് എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ ഇന്ത്യയിൽ ജനിച്ചവർക്കും ഈ ഒരു അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് ഈ ഒരു അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസിൽ പറഞ്ഞിട്ടുള്ളത് ത്രിവത്സര LLB കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ 2025 അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ സർക്കാർ ലോ കോളേജുകളിലെയും സംസ്ഥാന സർക്കാരുമായി സീറ്റ് പങ്കിടുന്ന സ്വകാര്യ സ്വാശ്രയ ലോ കോളേജിലെയും 2025-26 അധ്യയന വർഷത്തെ ത്രിവത്സര LLB കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ഇതേ സർക്കുലർ തന്നെയാണ് ഈ ഒരു, അതായത് അതായത് പഞ്ചവത്സര കോഴ്സിനുള്ളത്. പക്ഷേ കുറച്ച് ലോങ് ആയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ LLB കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ 14/5/2025 വൈകുന്നേരം 5 മണിക്കകം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഈ നോട്ടിഫിക്കേഷൻസ് പരിശോധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പഞ്ചവത്സര കോഴ്സുകളിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പഞ്ചവത്സര കോഴ്സിൻ്റെ ആ ഒരു
നോട്ടിഫിക്കേഷൻസ് കൂടി നമുക്ക് നോക്കാം. ഇതും 14-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിജ്ഞാപനം മലയാളത്തിൽ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വിജ്ഞാപനം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വിജ്ഞാപന പ്രകാരവും ഈ ഒരു തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ സർക്കാർ ലോ കോളേജുകളിലെയും സംസ്ഥാന സർക്കാരുമായി സീറ്റ് പങ്കിടുന്ന സ്വകാര്യ ശ്രേയ ലോ കോളേജിലെയും 2025-26 അധ്യയന വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര LLB കോഴ്സിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രവേശനത്തിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നേറ്റിവിറ്റി. അപേക്ഷാർത്ഥി ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. കേരളീയരായിട്ടുള്ള അപേക്ഷകർക്ക് മാത്രമേ സംവരണാനുകൂല്യങ്ങളും ഫീസാനുകൂല്യങ്ങൾക്കും അർഹത ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ ഈ കാര്യം പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അതുപോലെ +2 പരീക്ഷയുടെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവർക്കും ഇതിന് അപേക്ഷിക്കാം. അതായത് കേരള സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷയോ കേരളത്തിലെ സർവ്വശാലകൾ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും പരീക്ഷയോ പാസ്സായിട്ടുണ്ടായിരിക്കണം. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള +2 പരീക്ഷ പാസ്സാവുകയോ അല്ലെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തത്തുല്യമായി അംഗീകരിച്ച യോഗ്യത നേടുകയോ ചെയ്തിരിക്കണം. അതായത് +2 ജയിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് LLB കോഴ്സുകളിലേക്ക് LLB ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായി സർക്കാർ അംഗീകൃത സ്ഥാപനം നൽകുന്ന 10ാം ക്ലാസ്സിന് ശേഷമുള്ള 3 വർഷത്തെ ഡിപ്ലോമ ഓർ പോളിടെക്നിക് കോഴ്സ് +2 സർട്ടിഫിക്കറ്റിന് തുല്യമായി പരിഗണിക്കും. അത് പ്രോസ്പെക്ടസ് ക്ലോസ് 9-ൽ 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം +2 പരീക്ഷ എഴുതിയവർക്കും എഴുതുന്നവർക്കും ഈ ഒരു റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും ഇതിന് അപേക്ഷിക്കാം. ഇത്തരം അപേക്ഷകർ അഡ്മിഷൻ സമയത്ത് യോഗ്യതാ പരീക്ഷ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഹാജരാക്കണം. യോഗ്യതാ പരീക്ഷയ്ക്ക് ചുരുങ്ങിയത് 45% മാർക്ക് നേടിയിട്ട് പാസ്സായിട്ടുണ്ടായിരിക്കണം. അത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. 45% മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന SC/BC വിഭാഗങ്ങൾക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് 42% മാർക്കും SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 40% മതിയാകും. അതും പ്രോസ്പെക്ടസ് ക്ലോസ് 2-ൽ C വിഭാഗത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വയസ്സ് എന്ന് പറയുന്നത് 31/12/2025 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും. അതുപോലെ പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് പ്രവേശന പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിരിക്കും. കേരളത്തിലെ 14 ജില്ലകളിലെയും കേന്ദ്രങ്ങളിൽ വെച്ച് 25/5/2025 പ്രവേശന പരീക്ഷ നടത്തുന്നതാണ്. പ്രവേശന പരീക്ഷയുടെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. 2 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ജനറൽ ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം, ഗണിതവും മാനസിക ശേഷിയും, നിയമ പഠനത്തിനുള്ള അഭിരുചി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള 120 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് വീതമായിരിക്കും. ആകെ മാർക്ക് 120 × 3 360 തെറ്റായ ഓരോ ഉത്തരത്തിനും ഓരോ മാർക്ക് വീതം കുറവും ചെയ്യുന്നതായിരിക്കും. അത് നെഗറ്റീവ് മാർക്കുണ്ട്. അതുപോലെ പ്രവേശന പരീക്ഷയിലെ യോഗ്യതാ മാനദണ്ഡങ്ങൾ. ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര LLB പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടുന്നതിന് ജനറൽ SC/BC വിഭാഗക്കാർ ആകെ 360 മാർക്കിൻ്റെ കുറഞ്ഞത് 10%, SC/ST വിഭാഗക്കാർ കുറഞ്ഞത് 5% മാർക്കും നേടിയിരിക്കണം. ഓൺലൈൻ അപേക്ഷാ സമർപ്പണവും അപേക്ഷാ ഫീസും. ജനറൽ SC/BC വിഭാഗത്തിന് 900 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അതായത് SC/ST വിഭാഗത്തിന് 450 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷനോടെ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി 14/5/2025 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടതാണ്. അത് ക്ലോസ് 16.2.3-ൽ നൽകിയിട്ടുണ്ട് എങ്ങനെ ഈ ഒരു ഫീസ് അടക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഓർ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് എന്നീ സേവനങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷനിൽ ഉപയോഗപ്പെടുത്താം. വിജയകരമായി ഫീസ് അടച്ച ശേഷം വിദ്യാർത്ഥി നാഷണാലിറ്റി, ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസ് ക്ലോസ് 16.2.4-ൽ പറഞ്ഞിരിക്കുന്ന മറ്റ് സർട്ടിഫിക്കറ്റുകളും അപേക്ഷൻ്റെ അടുത്ത കാലത്ത് എടുത്ത പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, ഒപ്പ് എന്നിവയും മേൽപ്പറഞ്ഞ തീയതിക്കകം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റൗട്ടും അനുബന്ധ രേഖകളും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് നിങ്ങൾ അയക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ രേഖകൾ PDF ഫോമാറ്റിലുള്ളത് 10 KB മുതൽ 500 KB വരെ മാത്രമേ സൈസ് ഉണ്ടാവാൻ പാടുള്ളൂ. നാഷണാലിറ്റി, നേറ്റിവിറ്റി തെളിയിക്കുന്നതിനായിട്ട് പ്രോസ്പെക്ടസ് ക്ലോസ് 9-ൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ മതി. അതുപോലെ തന്നെ ജനനത്തീയതി തെളിയിക്കുന്നതിനായിട്ട് SSLC, ജനന സർട്ടിഫിക്കറ്റ് ഓർ പാസ്പോർട്ട് മതി. അതുപോലെ തന്നെ അതായത് ഇതിലേതെങ്കിലും ഒന്ന് മതി. അതുപോലെ അപേക്ഷാർത്ഥി SC/BC OBC വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകിയ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സംസ്ഥാന ആവശ്യങ്ങൾക്കുള്ളത് മാത്രം, അതായത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം. അതായത് ആ ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപേക്ഷാർത്ഥി നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത OEC വിദ്യാർത്ഥി ആണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് മതിയാകും. അപേക്ഷാർത്ഥി പ്രോസ്പെക്ടസ് അനുബന്ധത്തിൽ നൽകിയിട്ടുള്ള അതായത് വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ ക്രിമിനൽ അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. അതുപോലെ തന്നെ അപേക്ഷാർത്ഥി SC/ST വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെങ്കിൽ തഹസിൽദാർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് ക്ലോസ് 12C-യിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രകാരമുള്ള ജാതി സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് ഓൺലൈൻ വഴി അപേക്ഷിച്ചവർക്ക് അവരുടെ അഡ്മിറ്റ് കാർഡ് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയം പിന്നീട് അറിയിക്കും. ഈ ഒരു അഡ്മിറ്റ് കാർഡും അംഗീകൃത തിരിച്ചറിയൽ രേഖയുമായിട്ടാണ് നിങ്ങൾ പരീക്ഷ ഹാളിൽ വരേണ്ടത്. സീറ്റുകളുടെ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച ശേഷം റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ ഓൺലൈനായിട്ട് രേഖപ്പെടുത്തുന്ന ഓൺലൈൻ
അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് നൽകുന്ന ഓപ്ഷനുകളിലെ മുൻഗണനാ ക്രമം അനുസരിച്ച് കോഴ്സിൻ്റെ പ്രവേശനത്തിലുള്ള കേന്ദ്രീകൃത ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾ നടത്തുന്നതാണ്. അത് പ്രോസ്പെക്ടസ് ക്ലോസ് 18 കൊടുത്തിട്ടുണ്ട്. കേന്ദ്രീകൃത അലോട്ട്മെൻറ്റിൻ്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിലും പ്രമുഖ ദിനപത്രങ്ങളിലും പ്രസിദ്ധീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി അറിയിപ്പുകൾ നൽകുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയിപ്പൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഈ 2025-26 ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര LLB കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രോസ്പെക്ടസിലെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വായിക്കേണ്ടതാണ്. ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ത്രിവത്സര LLBക്കും പഞ്ചവത്സര LLBക്കും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. രണ്ടിനും 2 ലിങ്കാണ്. അതുപോലെ തന്നെ രണ്ടിനും സെപ്പറേറ്റ് ഫീസ് അടക്കേണ്ടതായിട്ട് വരും, രണ്ടിനും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ